നമസ്കാരം. ഈ അടുത്ത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അമ്പലക്കുളത്തിൽ കാല് കഴിയതിന് അന്യമതസ്ഥയായ പെൺകുട്ടി ഒരുപാട് നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു. എന്തിനേറെ പറയുന്നു, മരിച്ചുപോയ ഒരു നഴ്സിനോട് പോലും സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു വ്യക്തി കാണിച്ച ജാതീയമായ അവഗണന നമ്മൾ കണ്ടതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ എവിടെ പോയി നോക്കിയാലും ജാതി എന്നൊന്നുണ്ട്. ജാതി ഉള്ളതുപോലെ തന്നെ ജാതി വിവേചനവുമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ജാതി ഉള്ളത് കൊണ്ടാണോ ജാതി വിവേചനം, അതോ ജാതി വിവേചനം ഉള്ളത് കൊണ്ടാണോ ജാതി? ഇത് രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഇതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. സ്വാതന്ത്ര്യ ഇന്ത്യക്ക് മുമ്പ് തന്നെ ഇവിടെ ജാതിയുടെ പ്രശ്നമുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയെ വളരെ നിഷ്പ്രയാസം ബ്രിട്ടീഷ് ശക്തികൾക്ക് വന്ന് കീഴടക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഒത്തൊരുമ കൊണ്ടാണ്. പല നാട്ടുരാജ്യങ്ങൾ, അവർക്കിടയിലുള്ള പോരുകൾ, അതിലേറുപരി കീഴ്ജാതി മേൽജാതി എന്നൊക്കെ പേരുകൾ, വർണ്ണ വിവേചനം, ഇതെല്ലാം ഇവിടെ കൂട്ടിക്കുത്തി വാണിരുന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടൊരു അന്യരാജ്യ ശക്തിക്ക് ആയുധങ്ങൾ പോലുമില്ലാതെ ഇവിടെ പിടിച്ചു കയറി വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം തീക്ഷ്ണമായിരുന്നു ഇവിടുത്തെ ജാതിയുടെ കണ്ണുകൾ. ഓരോ ജാതിക്ക് ഓരോ പറയപ്പെട്ട ജോലി. ഈ അവസ്ഥയ്ക്ക് വല്ല മാറ്റവും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്തുകൂടെ എൻ്റെ നാട്ടിലെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൃഷിയാണ്. പറഞ്ഞ വേർഡ് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്: കുറച്ച് പണിയന്മാരെ കിട്ടിയിരുന്നെങ്കിൽ പണിയൊന്ന് എളുപ്പം നടത്താമായിരുന്നുവെന്ന്. പണിയന്മാരെന്ന് വെച്ചാൽ പണിയെടുക്കേണ്ട ഇവിടുത്തെ ഒരു അധസ്ഥിത വിഭാഗരെ പറയുന്ന പേരാണ്. അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാസ്റ്റുമാണ്. അപ്പൊ അവരെ കിട്ടിയാലേ ഇദ്ദേഹത്തിന് പണിയെടുപ്പിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പ്രദായത്തിന്റെ പ്രശ്നമാണ്. അതായത് അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകരുത്, അവര് വലിയ അവകാശം നേടരുത്, അവരിങ്ങനെ കാലാകാലം നമ്മുടെയൊക്കെ പറമ്പുകളിൽ പണിയെടുക്കണം. ഇത് ഇന്ന് ഉണ്ടെങ്കിൽ ഇന്നത്തെ 10 ഇരട്ടി ശക്തിയായി അന്നുണ്ടായിരുന്നു. ഇതിനോടൊക്കെ പോരാടാൻ വിധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക്, അധസ്ഥിതരായ ഒരു രാജ്യത്തിന് ഒരു സന്ദേശവുമായി, ഒരു പിന്തുണയുമായി മുന്നോട്ട് വന്ന ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെ പ്രതിപാദിക്കുന്ന ജയ് ഭീം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, എന്തുകൊണ്ട് ഭീം എന്ന പേര്? കാരണം പലർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഭീംറാവ് റാംജി അംബേദ്കർ എന്നാണ്. ആർമി കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്ന റാംജിയുടെ മകൻ. അദ്ദേഹം അത്രയും ഉയർന്നൊരു പദവിയിലുള്ള ആളുടെ മകനായതുകൊണ്ട് തന്നെ വിവേചനങ്ങൾ അനുഭവിച്ച് കാണാൻ വഴിയില്ല എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അദ്ദേഹം നല്ല പോലെ തന്റെ ചെറുപ്പത്തിലും കൗമാരത്തിലുമൊക്കെ ഒരുപാട് വിവേചനങ്ങൾക്ക് ഇരയാവേണ്ടി വന്ന ആളാണ്. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഇന്ത്യ വിട്ട് പുറത്തുപോയി പഠിച്ച് തിരിച്ച് ഒരു ഇന്ത്യക്കാരനായി തിരിച്ചു വന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ 1ാമത്തെ നിയമവകുപ്പ് മന്ത്രിയായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി മാറി. ആദ്യ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കി ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ വെച്ച മനുഷ്യനായി മാറിയെങ്കിൽ അദ്ദേഹം അനുഭവിച്ചതും പഠിച്ചതും ചില്ലറ കാര്യങ്ങളായിരിക്കില്ലല്ലോ. ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നുമില്ലാത്ത ഭീംറാവ് റാംജി അംബേദ്കർ എന്ന നമ്മുടെ പ്രിയങ്കരനായ BR അംബേദ്കറിനെ കുറിച്ചാവട്ടെ നമ്മുടെ ഇന്നത്തെ റൈറ്റ് ടോക്ക് സ്റ്റോക്ക്. 1891 ഏപ്രിൽ 14 BR അംബേദ്കറുടെ ജനനം. അദ്ദേഹം ജനിക്കുന്നത് മഹാറായിട്ടുള്ള ഒരു പിതാവിന്റെ മകനായിട്ടാണ്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ജാതി ഐത്യമുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ മാലോജി സക്പാലും ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു താനും. ഭീമിന്റെ ജനനത്തോടു കൂടി തന്നെ അവരുടെ സ്വന്തം നാടായ അംബാവാടിയിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. കൊങ്കണ ദേശത്തെ അംബാവാടിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യം അംബാവടേക്കർ എന്നുണ്ടായിരുന്നത്. അങ്ങനെ മാറി താമസിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സ്വന്തം അമ്മയെ നഷ്ടമായി. പിന്നീടുള്ള ഒരു ബന്ധം അച്ഛനും സഹോദരനും ഒക്കെയാണ്. അങ്ങനെ നന്നായി പോകുന്ന കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ജാതി വിവേചനം ഏറ്റുവാങ്ങിയ ആളാണ് അദ്ദേഹം. എന്നാൽ ഇതിനെയൊക്കെ തുറന്ന് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറിയപ്പോൾ, എന്തുകൊണ്ട് തന്റെ പോലെ ജാതി വിവേചനം അനുഭവിക്കുന്നവരെ കൂടെ പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ പോയി അദ്ദേഹത്തിന്. മഹാത്മാഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉൾപ്പെടെ ഒരു നേതാവും അന്ന് ജാതി പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തനിക്കൊരു മാതൃരാജ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭീമിനെ കൊണ്ടെത്തിച്ചത്. നമുക്ക് അദ്ദേഹം ഏറ്റുവാങ്ങിയ ചില ജാതി വിവേചനങ്ങൾ ഒന്ന് പഠിച്ചാലോ? ആദ്യത്തേത്, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയപ്പോൾ കഥ ഞാൻ പറയാം. നിങ്ങളിപ്പോ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ബാഗും കൂടെയൊക്കെ എടുത്തിട്ട് നേരെ പോയി പഠിച്ചിട്ട് വരും അല്ലേ? എന്നാൽ ഭീമിനും സഹോദരനും ഒക്കെ പോകണമെങ്കിൽ ഒരു ചാക്ക് കൂടെ കൊണ്ടുപോകണം. ചാക്ക് കൊണ്ടുപോയിട്ട് ആ ചാക്ക് നിലത്ത് വിരിച്ചിരുന്ന് വൈകുന്നേരം വരെ പഠിക്കാം. മുതിർന്ന ജാതിക്കാരിരിക്കുന്ന ടേബിളിലൊന്നും കയറിയിരിക്കാൻ പാടില്ല. അതുപോലെ വൈകിട്ട് ആ ചാക്ക് തിരിച്ചു കൊണ്ടുവരണം, സ്കൂളിൽ വെക്കാനും പാടില്ല. ഇനി അധ്യാപകര് ബുക്ക് ദൂരെ നീന്തി നോക്കുക എന്നല്ലാതെ ഒരിക്കലും കൈകൊണ്ട് തൊട്ട് കറക്റ്റ് ചെയ്തിരുന്നില്ല. അത് വേറൊരു വശം. ഇതൊക്കെ ക്ഷമിക്കാം. സ്വന്തം ജീവിതാനുഭവം വിവരിച്ചപ്പോൾ BR അംബേദ്കർ വിവരിച്ച ഒരു വേർഡ് ഉണ്ട്: നോ പ്യൂൺ നോ വാട്ടർ. അഥവാ പ്യൂൺ ഇല്ലെങ്കിൽ വെള്ളവുമില്ല എന്ന് വെച്ചാൽ വളരെ നിസ്സാരമാണ്.
സ്കൂളിലെ പൊതു ടാപ്പിൽ നിന്ന് കൈ തൊട്ട് വെള്ളം കുടിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് അത് പ്യൂൺ വന്ന് തുറന്നു കൊടുക്കണം. ആ പ്യൂൺ വന്നില്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിനായി ദാഹിച്ചിരിക്കണം. ബി.ആർ. അംബേദ്കർ ആദ്യമായിട്ടല്ല വെള്ളത്തിനായി ദാഹിക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കൽ തന്റെ അച്ഛന്റെ നാട്ടിലേക്ക് അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അദ്ദേഹത്തെ കൂട്ടാൻ എന്തോ കാരണം കൊണ്ട് അച്ഛൻ വന്നില്ല. കത്ത് കിട്ടാഞ്ഞതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അന്നത്തെ കാരണം. എങ്കിലും വൈകുന്നേരം വരെ കാത്തിരിഞ്ഞ മുഷിഞ്ഞ അദ്ദേഹത്തിനെ വഴിയിൽ വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ആ ട്രെയിനിൽ റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് ചോദിച്ചു, മക്കൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. കാരണം അദ്ദേഹത്തിന്റെ വേഷഭൂഷകളൊക്കെ വളരെ നല്ലതായിരുന്നു, കണ്ടാൽ ഒരു ഹൈകാസ്റ്റ് ആയിട്ട് തോന്നുമായിരുന്നു. അങ്ങനെ ചോദിച്ച അദ്ദേഹത്തിന് റീസൺ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരാണ്, ഏതാണ് ജാതി ചോദിച്ചപ്പോൾ മഹാർ ആണെന്ന് മറുപടി പറയേണ്ടി വന്നു. ആ റെയിൽവേ ഉദ്യോഗസ്ഥൻ പിന്നീട് ഒരു പട്ടിയെ കണ്ടാൽ കൊടുക്കുന്ന ഒരു വില പോലും കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. വളരെ മോശമാണത്. പിന്നീട് അവിടുന്ന് ഒരു കാളവണ്ടി, അതും വാടകയ്ക്ക് എടുത്ത കാളവണ്ടി ഭീമിന്റെ സഹോദരൻ തന്നെയാണ് തെളിക്കുന്നത് അത്രേ. അതുകൊണ്ട് അവർ പോകുന്ന വഴിക്ക് വെള്ളം ദാഹിച്ച് പല വീടുകളിൽ കയറി ചോദിച്ചു. കിട്ടിയ ഒരു മറുപടി, നിങ്ങൾ മഹാറുകളാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ കുറെ പേര് പലതും എടുത്ത് എറിഞ്ഞ് ഓടിച്ചു. വീണ്ടും ഒരു വീട്ടിൽ പെന്ന് ചോദിച്ചപ്പോൾ വെള്ളം കാണിച്ചു കൊടുത്തു. ഏത് വെള്ളം എന്നറിയോ? ഓടയിൽ ഒഴുകുന്ന അഴുക്ക് വെള്ളം. ഇതിലേറെ ജാതിയെക്കുറിച്ച് എന്ത് നാണക്കേടാണ് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടത്. മനുഷ്യന് കൊടുക്കുന്ന പരിഗണനയാണ്. മനുഷ്യൻ ഒരു പോത്തിനും കാളയ്ക്കും വേണ്ടി വരെ ഇരുന്നിവിടെ സംസാരിക്കുന്ന സമയത്ത് മനുഷ്യൻ അന്ന് കാലത്ത് മനുഷ്യന് കൊടുത്തിരുന്ന ഈ വിലയുടെ പേരാണ് അവഗണന, ജാതി വിവേചനം. ഇത് അനുഭവിക്കുന്നത് ചെറുപ്പത്തിൽ കൂടെ ആകുമ്പോൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ മറന്നു കളയാൻ കഴിയുക? ആ മുറിവേറ്റാണ് ബി.ആർ. വളരുന്നത്. അദ്ദേഹം വളർന്നു വലുതായിട്ട് പക്ഷെ ജീവിതം മാറിപ്പോയി പിന്നീട്. കാരണം അന്നത്തെ ബറോഡ രാജാവിന്റെ സഹായത്തോടുകൂടി മിടുക്കനായ, പഠിപ്പിൽ കഴിവുള്ളവനായ ബി.ആർ. അംബേദ്കറിന് വിദേശത്ത് പോയി പഠിക്കാൻ പറ്റി. അദ്ദേഹം പോകുന്നത് തീക്കൂളയിൽ നിന്ന് നല്ല തണുപ്പുള്ള ഒരു രാജ്യത്തേക്കാണ്. ഇവിടുത്തെ ജാതിയുടെ പൊള്ളലുകൾ അവിടെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നില്ല. ഒരു പരിധിവരെ പറഞ്ഞാൽ ബി.ആർ. അംബേദ്കർ ജാതിയെ മറന്നു കഴിഞ്ഞിരിക്കും അവിടെ. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, തന്റെ ഇന്ത്യ എന്ന രാജ്യത്ത് തന്റെ സഹോദരങ്ങൾ, തന്റെ ജാതിയിൽപ്പെട്ടവർ, തന്നെ പോലെ മറ്റു ജാതിയിലും പെട്ടവർ ഈ വിവേചനങ്ങളും അടിച്ചമർത്തലും ചൂഷണവും കൂലിയില്ലായ്മ, പീഡനങ്ങൾ എല്ലാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തിരിച്ചു ചെല്ലാനും അതിന് കാരണമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അതോടൊപ്പം തന്റെ ജാതിയുടെ പ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്യാൻ ഭീമിനെ തീരുമാനം എടുപ്പിക്കുന്നത് ഈ അറിവാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്ത ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ഒരിക്കലും ഒരു ബയാസ്ഡ് നേതാവല്ല ലാലാ ലജ്പത് റായ്. പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പോലും ഭീംറാവ് രാംജി അംബേദ്കറിന് തന്റെ രാജ്യത്തിലെ അധസ്ഥിതരായ ജനവിഭാഗത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേൾക്കാൻ കഴിയുന്നില്ല. ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാൻ ആക്കുകയാണ്, സ്വന്തം അധ്യാപകൻ തന്നെയാണ് ഭീമിന് ഇഷ്ടം കൊണ്ട് അംബാവഡേക്കർ എന്ന പേര് മാറ്റിയിട്ട് അംബേദ്കർ എന്ന ആ അധ്യാപകന്റെ പേര് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭീം കഴിവ് എത്രമാത്രം ഉള്ളവനായിരിക്കണമെന്ന് ഊഹിച്ചു നോക്കാം നിങ്ങൾക്ക്. ആ പഠിപ്പും പാഠവും ഉപയോഗിച്ച് എങ്ങനെ ചിന്തിച്ചിട്ടും ഭീമിന് തന്റെ ജനതയെ ഇവർ അഡ്രസ്സ് ചെയ്യാത്തതിന്റെ കാരണം പിടികിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തുന്നിടം മുതൽ കോൺഫ്ലിക്റ്റുകളുടെ തീക്കൂനയിലേക്ക് എടുത്തു ചാടിയ മനുഷ്യനായി മാറുകയാണ് ഭീം. കാരണം തന്റെ പ്രധാന എതിരാളിയായിട്ട് മുന്നിൽ വന്നു നിന്നത് ആരാണെന്ന് നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയാമല്ലോ, മോഹൻദാസ് കരംചന്ദ്. 1931 അദ്ദേഹം ആദ്യമായിട്ട് ഗാന്ധിയുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത്. അന്നത്തെ ബോംബെ സമ്മേളനത്തിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഗാന്ധിജി ഈ ഭീംറാവ് രാംജി അംബേദ്കറിനെ വാക്കുകൾ കൊണ്ട് നേരിടാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ അംബേദ്കർ, നിങ്ങളുടെ ഈ പ്രവർത്തികൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ ലബ്ധിയെ വൈകിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. തിരിച്ച് ബി.ആർ. അംബേദ്കർ ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമുണ്ടായിരുന്നു: എവിടെ ഞങ്ങളുടെ മാതൃരാജ്യം? ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ലല്ലോ ഗാന്ധിജി. ശരിയായിരുന്നു. അധസ്ഥിതരായ, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെടുന്നവന് ആ രാജ്യത്തോട് എങ്ങനെ സ്നേഹം തോന്നാനെന്ന് ഭീംറാവ് രാംജി അംബേദ്കർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം അന്ന് പച്ചയായ സത്യം തന്നെയാണ്. ആ സത്യത്തെയാണ് അംബേദ്കർ സാർ ചോദിക്കുന്നത്. അതിന് ഉത്തരമില്ലാതെ പോവുകയാണ് അവിടെ കൂടി നിന്ന് എല്ലാവർക്കും. പിന്നീട് അങ്ങോട്ട് നമുക്ക് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മൊത്തം രണ്ടായി തിരിക്കാം. ഒരു പക്ഷത്ത് എല്ലാവരും നിൽക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം, മറുവശത്ത് ഒറ്റയാൾ പട്ടാളം എന്ന കണക്കെ ആ സ്വാതന്ത്ര്യത്തോടൊപ്പം ഇന്ത്യയിലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഉറച്ചു പോരാടുന്ന ബി.ആർ. അംബേദ്കർ. പോരാട്ടം മുറുകുകയായി. തന്റെ ആശയങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയായി. അങ്ങനെ 1919 തന്നെ ബി.ആർ. അംബേദ്കർ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതായത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് എല്ലാ അവകാശവും നൽകിക്കൊണ്ട് അവരുടേത് മാത്രമായ മണ്ഡലങ്ങൾ വരെ വരുന്ന ആശയമായിരുന്നു അത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന്റെ ആദ്യത്തെ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ ആരും അംഗീകരിക്കുന്നില്ല.
അങ്ങനെ ഇരിക്കുമെങ്കിൽ പോലും അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയെ 1928 ഇന്ത്യയിൽ സൈമൺ കമ്മീഷൻ നിയമത്തിൽ വന്നു. സൈമൺ കമ്മീഷന്റെ പ്രവർത്തന ലക്ഷ്യം ഇന്ത്യക്ക് വേണ്ട ഭരണഘടനയും മറ്റ് നിയമങ്ങളും തയ്യാറെടുക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു ഇന്ത്യക്കാരനോ ഒരു കോൺഗ്രസുകാരനോ സെലക്ട് ചെയ്യപ്പെട്ടില്ല. ഇത് ഇന്ത്യയിൽ കുറച്ചൊന്നുമല്ല മുദ്രാവാക്യങ്ങൾക്ക് കാരണമായി മാറിയത്. സൈമൺ ഗോ ബാക്ക് എന്നുവരെ എഴുതിയ കറുത്ത ബാനറുകൾ ഇന്ത്യയുടെ തെരുവോരങ്ങളെ ഭരിച്ചിരുന്നുവെന്ന്. അന്ന് ആ കാലഘട്ടത്തിൽ സൈമൺ കമ്മീഷന്റെ മീറ്റിംഗിലേക്ക് ഒരു ഇന്ത്യക്കാരൻ കടന്നു ചെന്നു, BR അംബേദ്കർ. കാരണമുണ്ടായിരുന്നു, അംബേദ്കറിന് പറയാൻ തെളിവുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, പരാതിയോ മാപ്പപേക്ഷയോ അല്ല, തെളിവുകളുമായിട്ടാണ് BR അംബേദ്കർ അന്ന് സൈമൺ കമ്മീഷൻ മുന്നിൽ ചെന്നത്. തന്റെ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് രേഖകളുമായിട്ട്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. സൈമൺ കമ്മീഷൻ അദ്ദേഹത്തെ കേട്ടെങ്കിലും ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ കോൺഗ്രസ് എന്ന അദ്ദേഹത്തെ ഒറ്റുകാരനായിട്ട് മുദ്രകുത്തി. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നുവരെ അദ്ദേഹത്തെ പറഞ്ഞു പരത്തുകയുണ്ടായി. ചാരൻ എന്നും വിളിപ്പേര് കേൾക്കേണ്ടി വന്നു. എന്നിട്ടൊന്നും തന്നെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് അഭിമാനകരമായ നേട്ടമല്ലേ. ഒടുവിൽ പോരാട്ടം മുറുകുകയായി. വർഷം 1930, ആദ്യത്തെ വട്ടമേശ സമ്മേളനം. അന്ന് ഈ ബില്ലുകളെ ഒന്നും തന്നെ അനുകൂലിക്കാത്തത് കൊണ്ട് ഗാന്ധിയോ മറ്റു മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളോ ലണ്ടനിലെ ആ വട്ടമേശ സമ്മേളനത്തിൽ ഇല്ല. അവിടെയും ഇന്ത്യക്ക് വേണ്ടി BR അംബേദ്കർ ഉണ്ടായിരുന്നു. തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ച് തെളിയിക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിച്ചത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആശയത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പിന്തുണയ്ക്കേണ്ടി വന്നു. പക്ഷേ ഭീംറാവു റാംജി അംബേദ്കർ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ വിജയത്തിന് 2 വർഷത്തെ ആയുസാണുള്ളത്. 1932 രണ്ടാം വട്ടമേശ സമ്മേളനം. ആ കാലഘട്ടത്തിൽ തന്നെ അംബേദ്കറിന്റെ വായിൽ നിന്ന് ഒരു വാക്കുകൂടെ പുറത്തേക്ക് വരേണ്ടി വന്നു. ആരാണ് ഈ മഹാത്മാ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കാൻ അദ്ദേഹം റെഫ്യൂസ് ചെയ്തിരുന്നു. കാരണം ഇനി പറയുന്നതാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും അധസ്ഥിത ജാതി വിഭാഗത്തിന്റെ ഒരു പ്രശ്നങ്ങളെയും ഗാന്ധി അഡ്രസ് ചെയ്യുന്നില്ല. ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ്: ഐത്തം ഇല്ലാതായി കഴിഞ്ഞാൽ ജാതിയും ഇല്ലാതായിക്കോളും. ജാതി ഒരു പ്രശ്നമല്ല, അത് അവിടെ തന്നെ തുടർന്നോട്ടെ, ജാതിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ്. അപ്പോഴാണ് അംബേദ്കറുടെ ചോദ്യം, ജാതി വ്യവസ്ഥയും വർണ്ണ വ്യവസ്ഥയും കറക്റ്റ് ഫോളോ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്താണെന്നപ്പാ ഇവിടെ? നിങ്ങൾ ചെയ്യേണ്ടത് കൃഷിപ്പണിയും കച്ചവടവും അല്ലേ? നിങ്ങളെ പിതാവ് എങ്ങനെയാണപ്പാ പ്രധാനമന്ത്രി പദത്തിലോട്ടൊക്കെ വന്നത് എന്നുള്ള ന്യായമായ ചോദ്യം അംബേദ്കർ ചോദിച്ച് വീണ്ടും ഗാന്ധിജിയുടെ വായടപ്പിച്ചു. അങ്ങനെ 1932 സമ്മേളനത്തിന്റെ ഭാഗമായി കൊമേഴ്ഷ്യൽ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു രൂപരേഖ തയ്യാറാക്കപ്പെട്ടു. അതിന്റെ പ്രകാരം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അംഗീകരിക്കപ്പെട്ടു. പക്ഷെ പിന്നീടുണ്ടായ തുടർച്ചയായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ 1932 എത്തിയപ്പോൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ അവാർഡ്സ് എന്ന് പറയുന്ന രീതി എടുത്തു കളയുകയും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇല്ലാതാവുകയും ചെയ്തു. അത് അംബേദ്കറിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പരാജയം തന്നെയായിരുന്നു. ഇതിനെ പ്രതിപാദിച്ചുകൊണ്ടാണ് വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഡിഡ് ടു ദ അൺടച്ചബിൾസ് എന്ന് ഒരു പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ച് എഴുതിയത്. മറ്റൊരു ജാതിയുമായിട്ടുള്ള പ്രശ്നം വരുന്നത് വരെ ഹിന്ദു എന്നൊന്നില്ല എന്നും അതുവരെ അവർ ജാതിയായി പിരിഞ്ഞു കിടക്കുകയാണെന്നും അംബേദ്കർ തന്റെ എഴുത്തുകളിലൂടെ ശക്തമായിട്ട് എഴുതുന്നുണ്ട്. 1936 അദ്ദേഹം നടത്തേണ്ടിയിരുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രസംഗം അദ്ദേഹം പ്രസംഗമായിട്ടല്ല അവതരിപ്പിച്ചത്. ആ ചടങ്ങിൽ പങ്കെടുക്കാതെ പിന്നീട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമായി അദ്ദേഹം പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ തന്നെ 6 ഭാഷകളിലേക്ക് ആ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ കാസ്റ്റ് ഇൻ ഇന്ത്യ ദെയർ മെക്കാനിസം ആൻഡ് ജെനിസിസ് എന്ന പുസ്തകത്തിലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എങ്ങനെ പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ അത് പരിവർത്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹം എഴുതി പറഞ്ഞ് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒടുവിലും BR ഇപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് തുടരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിയും കോൺഗ്രസും എല്ലാം ഒരു പക്ഷത്ത് നിൽക്കെ തന്നെ തന്റെ അടിയുറച്ച ആശയങ്ങൾക്ക് വേണ്ടി രാപ്പകളില്ലാതെ BR അംബേദ്കർ പോരാടുക തന്നെയുണ്ടായി. ഒടുവിൽ പോരാട്ടം ഏകദേശം വിജയം കണ്ടു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കേൾക്കാനും പ്രസിദ്ധീകരിക്കപ്പെടാനും ഒക്കെ ആളുകൾ ഉണ്ടായി. അദ്ദേഹം ശരിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. അങ്ങനെ 1946 കാലഘട്ടം കൂടി ആയതോടുകൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി. നമ്മൾ ഇന്നും അദ്ദേഹത്തെ ഓർക്കണോ വേണ്ടോ എന്നറിയാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. നമ്മൾ ജോലിയിൽ കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 8 മണിക്കൂർ ജോലി സമയം, അതിനിടയിലുള്ള വിശ്രമം, ജോലിയിലുള്ള ആനുകൂല്യങ്ങൾ, പ്രൗഡ് ആൻഡ് ഫ്രണ്ട് തുടങ്ങിയ എല്ലാ ആശയങ്ങളുടെയും ഇന്ത്യയിലെ പിതാവ് അംബേദ്കറാണ്. എല്ലാം പോട്ടെ, ഗർഭിണിയായ സ്ത്രീക്ക് എത്ര കാലം ജോലി ചെയ്യാൻ കഴിയും? അതുകൊണ്ട് തന്നെയാണ് മെറ്റേണിറ്റി ലീവ് എന്ന ആശയവും അദ്ദേഹം ഇവിടെ നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളുടെയും പിതാവ് BR അംബേദ്കറാണ്. നമുക്ക് ലഭിക്കുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാത്തിന്റെയും പിതാവ് BR അംബേദ്കറാണ്. നമ്മുടെ ഇന്ത്യയെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നത് അദ്ദേഹമാണ്.
ഓർക്കണം, 400 കണക്കിന് ജാതികളായി അടിച്ച് പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് കടന്നിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഭരണഘടനാ ആമുഖത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഒരുമിച്ച് ചേർക്കുന്ന വാക്ക് എഴുതാനുള്ള ധൈര്യം ആ മനുഷ്യൻ കാണിച്ചത്. അവിടേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര കല്ലും മുള്ളും കരടുകളും നടന്നതായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് പേര് എതിർക്കേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാത്തിലെയും ഒന്നാം പാഠമാക്കി മാറ്റണം BR അംബേദ്കർ. ജനനം മുതൽ മരണം വരെ അംബേദ്കർ നേരിട്ട ഓരോന്നിനെയും ചെയ്ത ഓരോ പരിഷ്കരണങ്ങളെയും നമ്മൾ പഠിക്കുക തന്നെ വേണം. ഒടുവിൽ 1947 അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയുടെ കരട് രൂപരേഖ തയ്യാറാക്കി. ഒരുപാട് ശക്തമായ മാറ്റങ്ങൾ വന്നപ്പോൾ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു കോൺഗ്രസ്. അതിന്റെ ഭാഗമായി 1952 തന്റെ നിയമവകുപ്പ് മന്ത്രി എന്ന പദവി പുഷ്പം പോലെ രാജിവെച്ചിട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടത്തിനായി. അംബേദ്കർ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ ഇപ്പോഴുമുണ്ട്. കുറെ പ്രതിമകളിലല്ല, കുറെ പേരുടെയൊക്കെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്ന സിസ്റ്റത്തിൽ 100% ശരിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തിരുത്തലുകൾ ആവശ്യം വരാം. പക്ഷേ വിമർശിക്കുമ്പോൾ ആരായിരുന്നു എന്ന് പഠിച്ചിട്ട് വേണം, ആരായിരുന്നു എന്ന് ഓർത്തിട്ട് വേണം. അല്ലാതെ നിങ്ങൾക്കുള്ള ജാതിയുടെ വെറി അദ്ദേഹത്തിൽ കുത്തിവെക്കാൻ അർഹനല്ല. എന്നും ജീവിക്കട്ടെ BR എന്ന ഓർമ്മകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി.